മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കായാണ് മുഖ്യമന്ത്രി 10 ദിവസത്തേക്ക് കേരളം വിട്ടു നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യൻ പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെയും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയിരുന്നു. അന്ന് വലിയ രീതിക്ക് ഇത് ചർച്ചയുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവം വലിയ വിവാദമായിരിക്കെയാണ് സർക്കാർ ആശുപത്രികളിൽ വിശ്വാസമില്ലാതെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. ആർക്കെന്ത് പറ്റിയാലും ഞാൻ ഇവിടെ ചികിത്സിക്കില്ല എന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. കാരണം ജീവനിൽ പേടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുഖ്യൻ തൽക്കാലം ഇപ്പോൾ മൗനത്തിലാണ്. പണി മിണ്ടാതെ ഉരിയാടാതെ പിണറായി പോകും. അതിനു പകരം മരുമോൻ റിയാസ് വീണയെ ചേർത്ത് നിർത്തി ഈ പ്രതിഷേധങ്ങൾ നേരിടും. നേരിട്ടല്ല, പക്ഷെ ഫേസ്ബുക്കിലൂടെ. എന്തായാലും ഈ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ മുഹമ്മദ് റിയാസ് FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഇപ്പോൾ ചർച്ച. ഇവർക്ക് എന്ത് വന്നാലും ഒരു ന്യായീകരണമാണ് മുൻപന്തിയിലുള്ളത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് എന്ന് തുടങ്ങിയാണ് ലേഖനം ആരംഭിക്കുന്നത്. ലേഖനം ഇങ്ങനെ: കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ്. അപകടത്തിൽ മരിച്ച സഹോദരി ബിന്ദുവിന് ആദരാഞ്ജലികൾ. ബന്ധുമിത്രാദികൾക്ക് അവരുടെ വിയോഗം നികത്താനാകാത്തതാണ്. മറ്റു കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവത്തെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ചിലരുടെ ശ്രമം അപലനീയമാണ്. ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാതൃകയായി കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. UDF ഭരണകാലത്ത് തകർന്നു കിടന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ദയനീയ അവസ്ഥ മലയാളികൾക്ക് മറക്കാനാകുമോ? അന്ന് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ ഉണ്ടായിരുന്നോ? ചോദ്യമാണ്. ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നു, ഇല്ല. ഇനി അങ്ങോട്ട് ചോദ്യോത്തരങ്ങളാണ്. മരുന്നും സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു? അദ്ദേഹം തന്നെ പറയുന്നു, ഇല്ല. അന്ന് UDF സർക്കാർ ഇന്നത്തെ പോലെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് ഫണ്ട് നീക്കിവെച്ചിരുന്നു? ഇല്ല. അതാണ് LDF UDF നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതന്നെയാണ് വ്യത്യാസം. ചോദ്യം ഇവര് തന്നെ ചോദിക്കും, ഉത്തരവും ഇവര് തന്നെ പറയും. അപ്പൊ അത് വ്യത്യാസം തന്നെയാണ്. ഇനി കോൺഗ്രസും BJPയും ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആരോഗ്യ മേഖലയുടെ സ്ഥിതി ദയനീയമല്ലേ? അവിടെയൊക്കെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരോ സജ്ജീകരണങ്ങളോ ഇല്ല എന്നത് വസ്തുതയല്ലേ? പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ലോകോത്തരമാക്കി വളർത്തിയത് 9 വർഷമായി തുടരുന്ന LDF ഭരണമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളെ കൂടുതൽ ഫണ്ടുകൾ ചെലവഴിച്ച് ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ബദലിന് സാധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റി നിർത്തിയത് ഇടതുപക്ഷ ബദലാണ്. ഇന്ത്യയിൽ ജനങ്ങൾ ഏറ്റവും അധികം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയതിന്റെ കാരണവും ഇതുതന്നെ. ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകളും ഇടതുപക്ഷ ബദലുമാണ്. സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്ന് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ പഴയതുപോലെ കൊള്ളയടിക്കാൻ UDF നടത്തുന്ന ശ്രമം ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് മന്ത്രിയുടെ പോസ്റ്റ്, അല്ലെങ്കിൽ മരുമകൻ റിയാസ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ എവിടെയാണ് വീഴ്ച പറ്റിയത്? അതല്ലേ പരിശോധിക്കേണ്ടത്. ചരിത്രം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വീണ ജോർജ് നടത്തിയതും ഒരു ചരിത്ര അവലോകനമാണ്. 2013 അങ്ങനെ പറഞ്ഞു, 68 വർഷം മുമ്പ്. അതല്ല നമുക്ക് ഇവിടെ ആവശ്യം. തെറ്റുപറ്റി, അത് സമ്മതിച്ച് പറ്റിയ തെറ്റിനുള്ള ഫലങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കുക, അതല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കുക. എന്തായാലും ആ അമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. തെറ്റു പറ്റിയിരിക്കുന്നു, അത് സമ്മതിച്ചാൽ മതി. ഇനി